രാജ്യത്തിന്റെ ഭരണം ആരാണെന്ന് തീരുമാനിക്കുന്ന മഹാതിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം നാളെ നടക്കുകയാണ്. 2 ദിനം കൂടി കഴിയുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരും. ആരായിരിക്കും ഇന്ത്യ ഭരിക്കുക? BJP നായകത്വം വഹിക്കുന്ന NDA മുന്നണിയും രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിയും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ NDA മുന്നണിക്കായിരുന്നു അനുകൂല സാഹചര്യമെങ്കിലും 2 ഘട്ടം കഴിഞ്ഞതോടെ കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. ജയിക്കാനുള്ള ഓട്ടപ്പാച്ചിലിൽ ഇന്ത്യ മുന്നണി മുന്നിൽ കയറുന്ന കാഴ്ചകൾക്കാണ് പിന്നെയുള്ള തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന് ചെറുതല്ലാത്ത പ്രതീക്ഷ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള പരിഭ്രാന്തി BJP മുന്നണിയിൽ ദൃശ്യമായി തുടങ്ങിയിട്ടുമുണ്ട്. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടാണ് NDA തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണിക്ക് അധികാരം ലഭിച്ചാൽ ആരായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരിക എന്ന ചോദ്യം ഉയരുന്നത്. ഇത് സംബന്ധിച്ചുള്ള നിർണായക വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ജയറാം രമേശ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ബ്ലോക്കിന് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഉറപ്പിച്ചു പറയുന്നത്. കേവല ഭൂരിപക്ഷം ലഭിച്ചുവെന്ന് മനസ്സിലായാൽ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുമെന്നാണ് ജയറാം രമേശ് പറയുന്നത്. ആരായിരിക്കും പ്രധാനമന്ത്രിയായി എത്തുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സഖ്യത്തിൽ കൂടുതൽ സീറ്റുകൾ നേടുന്നയാൾക്കായിരിക്കും പ്രധാനമന്ത്രി പദത്തിന് കൂടുതൽ അവകാശമുണ്ടായിരിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ അവസാന ദിവസം PTIക്ക് നൽകിയ അഭിമുഖത്തിലാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഇന്ത്യ ബ്ലോക്കിന് 272 സീറ്റുകളേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. 2004 മെയ് 13 തെരഞ്ഞെടുപ്പ് ഫലം വന്നു. മെയ് 16 UP രൂപീകരിച്ചു. ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രിയുടെ പേര് മെയ് 17 വെളിപ്പെടുത്തി. ഡോക്ടർ സിംഗിന്റെ പേര് ഉയർന്നു വരാൻ 3 ദിവസത്തിൽ താഴെ മാത്രമാണ് എടുത്തത്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി സ്ഥാനം സ്വീകരിക്കാൻ തയ്യാറാകാത്തതാണ് ഇത്രയും വൈകിപ്പിച്ചത്. എന്നാൽ ഇത്തവണ പ്രധാനമന്ത്രിയെ തീരുമാനിക്കാൻ 48 മണിക്കൂർ പോലും എടുക്കുമെന്ന് കരുതുന്നില്ലെന്നും ജയറാം രമേശ് പറഞ്ഞു. സഖ്യത്തിന്റെ നേതാവിനെ മണിക്കൂറുകൾക്കകം തിരഞ്ഞെടുക്കും. ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന പാർട്ടി സഖ്യത്തെ നയിക്കാനും സർക്കാർ രൂപീകരിക്കാനുമുള്ള സ്വാഭാവിക നേതാവാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് ജയറാം രമേശിന്റെ മറുപടി തന്ത്രപൂർവമായിരുന്നു. തന്റെ പ്രസ്താവന നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. കോൺഗ്രസ് ഒരു സഖ്യത്തിലാണ്. എല്ലാ പാർട്ടികളും സർക്കാരിൽ പങ്കാളികളാവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പാർട്ടിയായിരിക്കും പാർലമെന്റിൽ ആ സഖ്യത്തെ നയിക്കാൻ പോകുന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അതേസമയം മറ്റൊരു നിർണായകമായ സൂചന കൂടി അദ്ദേഹം അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബീഹാറിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ കലഹിച്ച ഇന്ത്യ മുന്നണി വിട്ട് BJP മുന്നണിയിൽ ചേക്കേറിയ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയിലേക്ക് വീണ്ടും തിരിച്ചു വന്നേക്കാമെന്ന സൂചനയാണ് അദ്ദേഹം തന്നിരിക്കുന്നത്. നിതീഷ് കുമാർ, TDP അധ്യക്ഷൻ N ചന്ദ്രബാബു നായിഡു തുടങ്ങിയ NDA സഖ്യകക്ഷികൾക്കായി തിരഞ്ഞെടുപ്പിന് ശേഷം വാതിലുകൾ തുറക്കുമോ എന്ന ചോദ്യത്തിന് ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ NDAയുടെ സഖ്യകക്ഷികൾക്കും ആ സഖ്യത്തിൽ ചേരാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭരണകാര്യങ്ങളിൽ നിതീഷ് വിദഗ്ധനാണ്. 2019 ചന്ദ്രബാബു നായിഡു കോൺഗ്രസുമായി സഖ്യത്തിലായിരുന്നു. അവരെ സഖ്യത്തിൽ ഉൾപ്പെടുത്തുമോ വേണ്ടയോ എന്നത് മുന്നണിയിൽ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും സഖ്യത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് ജയറാം രമേശ് നൽകിയിരിക്കുന്നത്. അതിനായുള്ള ന്യായീകരണവും അദ്ദേഹം പറയുന്നുണ്ട്. NDAയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള കാഴ്ചകളുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യ മുന്നണി മനുഷ്യത്വത്തിനും സത്യസന്ധതയ്ക്കുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സത്യസന്ധതയും മനുഷ്യത്വവുമുള്ള എന്നാൽ NDAയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ ബ്ലോക്കിൽ ചേരുമെന്നും ജയറാം രമേശ് പറയുന്നു. ജനവിധി നേടിയ ശേഷം രൂപീകരിക്കുന്ന സർക്കാർ ഏകാധിപത്യ സർക്കാർ ആയിരിക്കില്ല, ജനകീയ സർക്കാർ ആയിരിക്കുമെന്നും ജയറാം രമേശ് ഉറപ്പിച്ചു പറഞ്ഞു. കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ നടക്കുന്ന പ്രധാനമന്ത്രി മോദിയുടെ ധ്യാനം എന്തിനു വേണ്ടിയായിരിക്കും എന്ന തന്റെ അഭിപ്രായവും അദ്ദേഹം പങ്കുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലെ സ്മാരകത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ധ്യാനമിരിക്കുന്നു. 2 ദിവസം ധ്യാനത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. 2022 സെപ്റ്റംബർ 7 രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര ആരംഭിച്ച അതേ വിവേകാനന്ദ സ്മാരകത്തിലാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ധ്യാനമിരിക്കുന്നത്. പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും വിരമിക്കലിന് ശേഷമുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് അദ്ദേഹം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്നും ജയറാം രമേശ് പറഞ്ഞു. ഇന്ത്യ മുന്നണിക്ക് വ്യക്തവും നിർണായകവുമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നും 272 എന്നത് വ്യക്തമായ ഭൂരിപക്ഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷെ അത് നിർണായകമല്ല. വ്യക്തവും നിർണായകവും എന്ന് താൻ പറയുമ്പോൾ അതിനർത്ഥം 272 സീറ്റുകൾക്ക് മുകളിലാണെന്നും ജയറാം രമേശ് പറഞ്ഞു.
2004 ഫലം 2024 ആവർത്തിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. രാജസ്ഥാൻ, കർണാടക, തെലങ്കാന, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ കോൺഗ്രസിന് മികച്ച ലീഡ് ലഭിക്കുമെന്നും ജയറാം രമേശ് പറഞ്ഞു. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, അസം എന്നിവിടങ്ങളിലെ സ്ഥിതി മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മൊത്തത്തിൽ 20 വർഷത്തിന് ശേഷം 2004 പോലുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നീങ്ങുന്നത്. 2019 സീറ്റുകൾ ഉത്തർപ്രദേശിൽ ലഭിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.